ആരും MLA ആഫീസിലേക്ക് പോകണ്ട, MLA ഒളിവിലാണ്, ഫോണ് സ്വിച്ച് ഓഫ് ആണ്. കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണ്ട. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയർസ്? പീഡന പരാതി മുഖ്യമന്ത്രിക്ക് നൽകി പെൺകുട്ടി ആണ്. പരാതി എവിടെ എന്നതായിരുന്നു. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. ഹൂ കെയർസ്? അദ്ദേഹത്തിന്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ടാകും. Look, it's very simple. ഇക്കാര്യത്തിൽ 1% പോലും ഈ ഇരയ്ക്കെതിരെ നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല, പാടില്ല. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എൽഫം വർക്ക് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് സ്ഥല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹം നിയമസഭയിൽ വരുന്നു. അദ്ദേഹം അസംബ്ലിയിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. പുറത്താക്കുന്നു, വീണ്ടും വരും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹം കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചാരണം നടത്തുന്നു. അപ്പോൾ ഇതൊരു കള്ളത്തരമല്ലേ? അടിയന്തരമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. ധാർമ്മികതയുണ്ടെങ്കിൽ പാലക്കാട് MLA അടിയന്തരമായി രാജിവെപ്പിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളുടെ കാര്യം ശ്രീ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. തനിക്ക് പകരം പാലക്കാടിന് ഷാഫി കണ്ടെത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി വന്നതുപോലെ PT തോമസിന് പകരം ഉമാ തോമസ് വന്നതുപോലെ ആശ്രിത നിയമനം. അതായത് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും രാഹുൽ തീരുമാനിക്കുന്നത് ഷാഫിയോട് ചോദിച്ചാണ്. ആ ഷാഫി ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പാർട്ടി ഗൗരവമായി വിഷയം കൈകാര്യം ചെയ്തുവെന്നാണ് ഷാഫി ആവർത്തിച്ച് ഇന്നും ഇന്നലെയുമായി പറയുന്നത്. ഈ രണ്ട് പാർട്ടിയും ഒറ്റ ടുഗദർ അവര് ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ശബരിമലയുടെ കൊള്ള ചെയ്തത് ആരാ? ഒരു സിസ്റ്റം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നത് ഇതില് CPM കോൺഗ്രസ് ഇന്ത്യ അലയൻസിന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്.